ബീഫ് ഗ്രില്ലുണ്ടാക്കി നോക്കിയാൽ അതിനായിട്ട് ടെൻഡറായിട്ടുള്ള ബീഫിനെ എടുത്ത് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം അതിനൊരു മസാല ഇടാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ലെമൺ ജ്യൂസ് എന്നിവ ചേർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്കായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് സോൾട്ട്, ആവശ്യമായ സോൾട്ട്, അതിനുശേഷം കുറച്ച് പപ്പായ പൗഡർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം. ഇതെല്ലാം ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി ചതച്ചെടുത്ത ബീഫിൻ്റെ മേലെ പുരട്ടി വെക്കുക. പുരട്ടി ഇത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ അതിനുശേഷം അതിനെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ബട്ടർ ചേർത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ ബീഫ് ചേർത്ത് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളൊന്ന് മുരിച്ചെടുക്കുക. നല്ല ചൂടിൽ തന്നെ മുരിച്ചെടുക്കണം. ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മതി മൊത്തം മുരിച്ചെടുക്കാനായിട്ട്. അത് കൂടുതൽ വേവിക്കരുത്. അതിനുശേഷം ഒരു ഗ്രില്ലിലേക്ക് മാറ്റി കുറച്ച് ഓണിയനും പിന്നെ ഗാർലിക്കും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്ലെയിം ചെയ്തെടുക്കുക. അപ്പോൾ അതിനൊരു ഫ്ലേവർ വരും. റോസ്മെറി പോലെയുള്ള എന്തെങ്കിലും ഹെർബ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അതിനോട് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3-4 പീസ് ബ്രെഡ് സ്ലൈസ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ടൊമാറ്റോയും ഗ്രില്ല് ചെയ്തെടുക്കുക. കുറച്ച് പ്രോസസ് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്ത ബ്രെഡ് സ്ലൈസിൻ്റെ മേലെ വെച്ച് അതിൻ്റെ ചീസിൻ്റെ മേലെയായിട്ട് ബീഫും അതിൻ്റെ മേലെ മുരിച്ച ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള ഓണിയനും ടൊമാറ്റോയും കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിനെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടകരമായിട്ടുള്ള ഗ്രിൽഡ് ബീഫ് റെഡിയാണ്. ആദ്യത്തെ വരുമ്പോൾ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അധികം രുചികരമായിട്ട് അത് കഴിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബീഫ് എളുപ്പം വേകുന്ന നല്ല കട്ടായിട്ടുള്ള ടെൻഡർ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആന്തർച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും ബീഫാണെങ്കിൽ നമുക്ക് എളുപ്പം അത് വെന്ത് കിട്ടും. അപ്പോൾ അതിനെ മുരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അധികം രുചികരമായി വളരെ ചുരുങ്ങിയ സമയത്തിൽ അത് മസാലയ്ക്ക് വെക്കാനുള്ള സമയം അത് ബീഫൊക്കെ ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് വെന്ത് നല്ല